മുൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള CPM-ന്റെ പ്രക്ഷോഭം നാം തെരുവുകളിൽ കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ ഗവർണർ വന്നപ്പോൾ ഒരു സമവായത്തിലേക്ക് കടക്കുന്നതായി പലതവണ തോന്നിയിട്ടുണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഭാരതാംബ വിവാദം ആദ്യം വരുന്നത്. അത് CPI ആണ് കൊണ്ടുവന്നത്. പക്ഷേ ഇതിനെ CPM-നോട് കൂട്ടിച്ചേർക്കുന്നത് ശിവൻകുട്ടിയാണ് ഈ CPM-നെയും അതോടൊപ്പം തന്നെ SFI എല്ലാം ഈ സമരങ്ങളിലേക്ക് പിടിച്ചു വലിച്ച് ഇടുന്നത്. ഇപ്പോൾ അദ്ദേഹം അത് തുടരുകയാണ്. ഏറ്റവും അവസാനം ഗവർണറുമായി വേദി പങ്കിടാൻ പോലും ശിവൻകുട്ടി തയ്യാറാകുന്നില്ല. ശിവൻകുട്ടിയുടെ ലക്ഷ്യം എന്താണ്? എന്തായാലും അടുത്ത തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം മത്സരിക്കുമോ എന്നുള്ളത് തന്നെ സംശയമാണ്. അങ്ങനെ ഒരു അവസാനം ഘട്ടത്തിൽ അതിലുള്ള അദ്ദേഹത്തിൻ്റെ ഒരു കൊട്ടിക്കലാശമാണോ? അല്ല, ഇതിൽ ഈ വേദിയിലെങ്ങാണ് ഇനി ഭാരതാംബ എങ്ങാണോ ഉണ്ടായിരുന്നോ? ഇല്ലായിരുന്നല്ലോ. അപ്പം ഭാരതാംബ അല്ല അദ്ദേഹത്തിന്റെ വിഷയം മറ്റു പലതുമാണ്. അപ്പൊ ഭാരതാംബ ഇല്ലാതിരുന്നിട്ടും അദ്ദേഹം വേദി പങ്കിടാൻ വന്നില്ല. പക്ഷെ അതിന് മറ്റു പല കാരണങ്ങളാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം മറ്റൊരു മന്ത്രിസഭാ യോഗത്തിലെങ്ങാണ്ട് പങ്കെടുക്കാൻ പോയിരുന്നു എന്നുള്ളൊരു ന്യായം, മുട്ടാപ്പോക്ക് ന്യായമാണ് പറയുന്നത്. പക്ഷെ ഇതിനു മുന്നേ അദ്ദേഹം ഈ പ്രോട്ടോകോൾ അനുസരിച്ചല്ല അദ്ദേഹം പോയത്. അതിനു മുന്നേ ഇതേപോലെ അദ്ദേഹം ആ ഒരു യോഗം തീരുന്നതിന് മുന്നേ തന്നെ ഇറങ്ങി പോവുകയൊക്കെ ചെയ്തിരുന്നു. അന്ന് ഭാരതാംബ വിഷയവുമായി ബന്ധപ്പെട്ടാണ് ഇറങ്ങിപ്പോയത്. ഇതിപ്പോൾ അതല്ല, ഈ ഗവർണർ പങ്കിടുന്ന ഒരു വേദി ആയതുകൊണ്ട് അദ്ദേഹം പോയില്ല എന്നുള്ളതാണ്. പക്ഷെ അതിന് പറയുന്ന മറ്റു പല കാരണങ്ങളുമാണ്. ഇത് ഈ ഒരു പ്രാഥമിക ചികിത്സാ സ്കൂൾ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുന്ന പരിപാടിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു പരിപാടിക്കാണ് ഈ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി പോകാൻ. ശരിക്കും ആരാണ് ഇതിനകത്ത് എത്തേണ്ടുന്ന വ്യക്തി? ഗവർണർ അല്ല. ആരാണ്? വിദ്യാഭ്യാസ മന്ത്രി തന്നെയാണ് എത്തേണ്ടത്. നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെ സ്കൂൾ തലത്തിലുള്ള പാഠ്യപദ്ധതിയിൽ ചില വിഷയങ്ങൾ ഉൾപ്പെടുത്തിയ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങൾക്കും ആരാണ്? വിദ്യാഭ്യാസ മന്ത്രിയാണ് പോകേണ്ടത്. അതായത് ഗവർണർക്ക് പിന്നീടേ ഉള്ളൂ സ്ഥാനം എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ അദ്ദേഹം പങ്കെടുക്കാതെ ഇരുന്നത് അദ്ദേഹത്തിന് ഗവർണറെ നേരിടാനുള്ള ശേഷിയില്ല. കാരണം ഈ ഗവർണർ രണ്ടാമത് ആർലേക്കറുമായിട്ട് കാരണം ഈ ആദ്യം വിവാദം ഉണ്ടാക്കിയ അല്ലേ പ്രസാദ് രാജനോ അവരെന്തായാലും അവിടെ പങ്കെടുത്തിട്ടുണ്ട്. തൃശ്ശൂരിൽ ഇവരുടെ ആദ്യം വിവാദമുണ്ടാക്കിയ മന്ത്രിയും ഗവർണറും ഒരേ വേദി പങ്കിട്ട് പരിപാടി വന്നിട്ടുണ്ട്. പക്ഷെ ശിവൻകുട്ടിക്ക് മാത്രമാണ് ഇപ്പോഴത്തെ പ്രശ്നങ്ങൾ. ശിവൻകുട്ടിക്കും ബിന്ദുവിനൊക്കെയാണ് ഇപ്പോഴത്തെ വിഷയങ്ങൾ. കാരണം ഉന്നത വിദ്യാഭ്യാസത്തിനും വിദ്യാഭ്യാസ മന്ത്രിക്കും ഒക്കെയാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഗവർണറോട് എത്ര നീരസം. കാരണം SFI അടിച്ചു ഓടിച്ച് അവിടെ നമുക്കറിയാം യൂണിവേഴ്സിറ്റി മൊത്തം തരിപ്പണമാക്കി. ഇനി എന്തൊക്കെ നടത്താമോ അതെല്ലാം നടത്തിയിട്ടും ഗവർണറിലെ ഒന്ന് അനങ്ങണോ അനങ്ങാത്ത കിശുങ്ങാതെ ഇരിക്കുകയാണ്. അപ്പൊ ഇദ്ദേഹത്തിന്റെ അടുത്ത് ഒരു വേലയും നടക്കുന്നില്ല. ഇതിലും ഭേദം പഴയ ഗവർണർ മതിയായിരുന്നു എന്ന് ഇപ്പൊ ചിന്തിച്ചു പോകുന്നുണ്ട്. അല്ല, അതിന് കാരണമുണ്ട്. ശ്രീത്തെ ആദ്യമേ വന്നിരുന്ന് വിരുന്ന് സൽക്കാരമൊക്കെ കൊടുത്ത് ഇനി ഞങ്ങളെല്ലാം ശാന്തം പുതിയ ഗവർണറെ ഞങ്ങൾ അനുമോദിക്കുന്നു. അദ്ദേഹം തനി RSSകാരനാണെന്നുള്ള ഇപ്പൊ അവർക്ക് മനസ്സിലായി ബോധ്യപ്പെട്ടിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അല്ല, പക്ഷെ ഇതുണ്ട്, ഇത് ചേച്ചി സൂചിപ്പിച്ചതുപോലെ തന്നെ തുടക്കത്തിലെ ആ ഒരു ഐക്യമാണോ? പക്ഷെ പിണറായി വിജയൻ ഇപ്പോഴും മൗനത്തിലാണ്. ഈ ശിവൻകുട്ടി ചാവേറായി പുറത്തിറങ്ങി വലിയ രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. യൂണിവേഴ്സിറ്റി കേന്ദ്രീകരിച്ച് SFI പ്രവർത്തകർ വലിയ സംഘർഷം ഉണ്ടാകുന്നു. പക്ഷേ പിണറായി ഇപ്പോഴും മൗനത്തിലാണെന്ന് പറഞ്ഞപ്പോഴേ ഞാൻ പെട്ടെന്ന് ഒരു ട്രോളാണ് നോക്കിയത്. കാരണം ഇന്നലെ ഒരു ട്രോള് വന്നിരുന്നായിരുന്നു. നമ്മുടെ മുഖ്യമന്ത്രി ബെഡിൽ ഇങ്ങനെ ഇരുന്ന്, ഹോസ്പിറ്റൽ ബെഡിൽ ഇങ്ങനെ ഇരുന്ന് കഞ്ഞി കുടിക്കുന്ന, എന്നിട്ട് കണ്ടിട്ട് അവിടെ കിടന്ന് ചാവേറുകൾ അടികൂടുന്നു. അടിപൊളി. TV-യിലൂടെ ഇതെല്ലാം കണ്ട് ആസ്വദിക്കുന്ന മുഖ്യമന്ത്രിയുടെ ഒരു ട്രോൾ. അത് തന്നെയാണ് ഇപ്പൊ ശരിക്കും നടക്കുന്നത്. അദ്ദേഹം അവിടെ സുഖവാസത്തിൽ സുഖനിദ്രയിൽ ഇടയ്ക്ക് കഞ്ഞിയൊക്കെ കുടിച്ച് അവര് തരുന്ന ബ്രെഡൊക്കെ കഴിച്ച് ഇങ്ങനെ ഇരുന്ന് TV-യിൽ ഇതെല്ലാം അടികൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പാവം പിടിച്ച SFI പ്രവർത്തകരും DYFയും പുറത്ത് അടി കൊണ്ട് പാട് മുങ്ങി മറ്റേ കണ്ണീർവാത പ്രയോഗത്തിലൊക്കെ ആറാടിയിരിക്കുന്ന അവരുടെ കൂട്ടക്കരച്ചിലും പിണറായിക്ക് ജയിന്ന് വിളിക്കുന്ന ആഘോഷിച്ചിരിക്കുന്ന നമ്മുടെ മുഖ്യമന്ത്രി അമേരിക്കയിൽ സുഖനിദ്രയിലുണ്ട്. അതുകൂടി ഈ പ്രവർത്തകരെയൊക്കെ ഒന്ന് മനസ്സിലാക്കിയാൽ കൊള്ളാം. ശിവൻകുട്ടി വെറും ഒരു ചാവേറാവാതിരിക്കുക, കാരണം ജയ് വിളിക്കാതിരിക്കുക. അദ്ദേഹം എന്താണോ അദ്ദേഹത്തിന്റെ പ്രോട്ടോകോൾ അനുസരിച്ച് കൃത്യമായ ചടങ്ങിലൊക്കെ പങ്കിട്ടാൽ ഒരു പക്ഷേ ജനങ്ങൾ ഞാൻ ഒരു കാര്യം പറയാം, വിദ്യാഭ്യാസ മേഖലയിൽ അദ്ദേഹം ഒട്ടും ചെയ്തില്ല എന്ന് പറയുന്നില്ല. ഒരുപാട് കെട്ടിടങ്ങളും കുറേ കാര്യങ്ങളും ഒക്കെ സംസ്ഥാന സർക്കാർ തലത്തിൽ സ്കൂൾ തലത്തിലൊക്കെ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. ഹൈടെക് ഒക്കെ ആക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ വിദ്യാഭ്യാസം മാത്രം തരികിടതോ എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. വിദ്യാഭ്യാസം കട്ടപ്പുകയിലായി. പക്ഷേ ഈ വേണ്ടുന്ന കെട്ടിടങ്ങൾ ക്രമീകരണങ്ങളൊക്കെ അദ്ദേഹം നടത്തിയിട്ടുണ്ട്. പിന്നെ ഈ ഇന്നലെ തന്നെ ഞാനൊരു കാര്യം കണ്ട്, ഈ ആയമാരുടെ ദീനവിലാപം മാതൃഭൂമിയാണെന്ന് തോന്നുന്നു എടുത്തിട്ടത്. ശിവൻകുട്ടി ഒരു മെനു അങ്ങ് തയ്യാറാക്കി. ഒരു ദിവസം ഈ മുട്ട, പിന്നെ തോരൻ, പിറ്റേ ദിവസം മാറ്റിയുള്ള ഓർഡർ. ഈ കുറുമയൊക്കെ ഉണ്ട്.
അപ്പോൾ ഇവർ ഈ ചേച്ചിമാരെല്ലാവരും കൂടെ കൂടിയിരുന്ന് ഇത് എന്ത് നമ്മൾ ഉണ്ടാക്കുന്ന ആകെപ്പാടെ കൊടുക്കുന്ന 6 രൂപ, ഹൈസ്കൂൾ വിഭാഗത്തിന് കൊടുക്കുന്ന 8 രൂപ, ഈ മന്ത്രി പറയുന്ന രീതി നമ്മൾ എങ്ങനെ ഉണ്ടാക്കി കൊടുക്കാനാ? 2 കറിയും 1 ചോറും വെക്കാൻ തന്നെ ഈ ഒരായ അതിൻ്റെ കൂടെ ഉള്ള ഒരാൾ, എൻ്റെ പൊന്ന് ചേച്ചി ഞങ്ങൾ എന്ത് ചെയ്യും എന്നുള്ള രീതി അവർ പരസ്പരം ചർച്ച ചെയ്യുന്നത് രസകരമായിട്ടാണ് മാതൃഭൂമി അതെടുത്തത്. അപ്പം ഞാനത് കണ്ടു. അപ്പം ഇത്തരത്തിൽ വിദ്യാഭ്യാസ മന്ത്രി അങ്ങ് ആളാവാകാൻ വേണ്ടി പുറമെ നിന്ന് പറയും ഞാൻ എൻ്റെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് ബിരിയാണി അത് ഇതൊക്കെ കൊടുക്കും. വീണ ജോർജ് ബിരിയാണി കൊടുക്കുന്നെന്ന് പറഞ്ഞതിൻ്റെ ക്ഷീണം ഇതുവരെ പ്രിൻസിപ്പളിന് ഒട്ടും മാറിയിട്ടില്ല. പല പ്രിൻസിപ്പൾമാരും ഇപ്പം അനുഭവിച്ചുകൊണ്ടിരിക്കുക, അവരുടെ പോക്കറ്റ് കീറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്തരത്തിൽ മന്ത്രിമാർക്കൊക്കെ അങ്ങ് ഓർഡർ ചെയ്യും, ആ ഒരു 5 രൂപയൊക്കെ കൊടുത്തിട്ട് പറയും നിങ്ങൾ ബിരിയാണി ചിക്കൻ ഫ്രൈയും അയച്ചു കൊടുക്കുക. അപ്പോൾ ഇത്തരത്തിലുള്ള തരികിടകൾ ഉണ്ടെങ്കിലും പക്ഷെ കുറേയൊക്കെ ഈ പറഞ്ഞതുപോലെ സ്കൂൾ തലങ്ങളിലൊക്കെ നമുക്കറിയാം DPP സമ്പ്രദായമൊക്കെ വന്നതിന് ശേഷം മൊത്തത്തിൽ സർക്കാർ സ്കൂളുകളൊക്കെ അടച്ചുപൂട്ടിയിരുന്ന ഒരു സന്ദർഭത്തിൽ നിന്നാണ് ഈ സർക്കാരും ഗവർണറും തമ്മിലുള്ള ഈ വലിയ പ്രശ്നങ്ങൾ സർവകലാശാലയെ വലിയ രീതിയിൽ ബാധിക്കുന്നുണ്ടല്ലോ, ഭരണസ്തംഭനം നടക്കുകയാണ്. തീർച്ചയായിട്ടും. ഇതിപ്പം ഇന്ന് തന്നെ VD സതീശൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ആർക്കാണ് ഈ പറയുന്ന പല ഒപ്പിടേണ്ടുന്ന പല കാര്യങ്ങളുണ്ട്, പല സംഗതി പേപ്പറുകളുണ്ട്, പേപ്പറുകൾ നീങ്ങണ്ടേ, അവിടുത്തെ കാര്യങ്ങൾ നീങ്ങണ്ടേ, ഇത് ഏത് രജിസ്ട്രാർക്ക് കൊടുക്കും? സസ്പെൻഡ് ചെയ്ത രജിസ്ട്രാർക്ക് കൊടുക്കണോ അതോ VC പുതുതായിട്ട് നിർമ്മിച്ച് താൽക്കാലികമായിട്ട് നിയമിച്ച ആൾക്ക് കൊടുക്കണോ എന്നുള്ളൊരു കൺഫ്യൂഷനാണ്. അപ്പോൾ സർവകലാശാല മൊത്തത്തിൽ ഒരു പ്രതിസന്ധിയിലായിരിക്കുന്നത്. ഇവരൊക്കെ ചിന്തിക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട് ശ്രീത്തെ, നമുക്ക് ഇപ്പോൾ അല്പ സാമ്പത്തികമുള്ളവൻ്റെ മക്കളൊക്കെ വിദേശത്ത് പോയി പഠിക്കുന്നു, കുറച്ചും കൂടെ മീഡിയം ടൈപ്പ് ആൾക്കാരുടെയൊക്കെ മക്കളുമാർ ഡൽഹി യൂണിവേഴ്സിറ്റി പോലുള്ള സംസ്ഥാനത്തിന് പുറത്ത് പോയി പഠിക്കുന്നു. പക്ഷെ ഒട്ടും വകയില്ലാത്ത ആൾക്കാരുടെ, അത് നന്നായിട്ട് പഠിക്കുന്ന കുട്ടികൾ ഇതിനകത്തുണ്ട്. ഇപ്പോൾ നമ്മൾ യൂണിവേഴ്സിറ്റി 30,000 സീറ്റ് എടുത്തു കഴിഞ്ഞാൽ 10,000 പോലും കവർ ചെയ്ത് കിട്ടുന്നില്ല, ബാക്കി ബ്ലാങ്കായിട്ട് കിടക്കുകയാണ്. ഞാൻ ഈ ഇടയ്ക്ക് ഒരു പ്രൊഫസറായിട്ട് സംസാരിച്ചപ്പോൾ മാത്സിനൊക്കെ 4 പേരാണ് അപ്ലൈ ചെയ്തേക്കുന്നത്, 4 വിദ്യാർത്ഥികളാണ്, അതിൽ 3 പേരും പോയി, ഒരാൾ മാത്രമാണ് മാത്സ് ഡിപ്പാർട്ട്മെൻറ്റിലുള്ളത് പഠിക്കാൻ വേണ്ടി വന്നത്. അപ്പോൾ ഇത്തവണ കഴിഞ്ഞ വർഷത്തേനേക്കാൾ അപേക്ഷിച്ച് ഇത്തവണ കേരള യൂണിവേഴ്സിറ്റി മാത്രമല്ല കണ്ണൂർ യൂണിവേഴ്സിറ്റി സംസ്ഥാന തലത്തിലെ യൂണിവേഴ്സിറ്റികളെല്ലാം വലിയ പ്രതിസന്ധിയിലാണ്, കോളേജുകളൊക്കെ വലിയ പ്രതിസന്ധികളിലാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഉന്നത വിദ്യാഭ്യാസ നിലവാരം ഇത്രയും താഴ്ന്നു പോകുന്ന കീം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക? എന്തുകൊണ്ടാണ്? ഇവരുടെയൊക്കെ അനാസ്ഥയാണ്. വിദ്യാഭ്യാസ മന്ത്രി എന്ന് നമ്മൾ ശിവൻകുട്ടിയെ പറയുന്നത് കൂട്ടിച്ചേർത്ത് അഴക്കം പോലും വായിക്കാറിഞ്ഞൂടാ, അദ്ദേഹത്തിന് മര്യാദയ്ക്ക് ഇങ്ങനെയൊക്കെ ഉള്ളവരെയാണ് കൊണ്ടുവന്ന് മന്ത്രിയാക്കിയിരിക്കുക. അല്പമെങ്കിലും ജ്ഞാനമുള്ള വ്യക്തികളായിരുന്നു. ബിന്ദു നമുക്കറിയാലോ, ഉന്നത വിദ്യാഭ്യാസ മന്ത്രി, ടീച്ചറാണ്, ഇംഗ്ലീഷൊക്കെ പറഞ്ഞ് എനിക്കറിയാം, ഇംഗ്ലീഷൊക്കെ പറഞ്ഞതൊക്കെ നമ്മൾ ഒരിക്കലും മറക്കരുതെന്നു. അപ്പോൾ ഇത്തരത്തിലുള്ളവരെ കൊണ്ടുവന്ന് പിടിച്ചിരുത്തുമ്പോൾ ഉണ്ടാവുന്ന അനാസ്ഥയാണ് ഇപ്പോൾ കാണുന്നത്. കീം പരീക്ഷ എഴുതിയ കുട്ടികളുടെ അവസ്ഥ എന്തായി? സംസ്ഥാന തലത്തിൽ സർക്കാർ സ്കൂളിൽ പഠിച്ച 21 പേരാണ് ഇപ്പോൾ 100ാമത്തെ റാങ്കിൻ്റെ അകത്ത് വന്നിരിക്കുന്നത്, ബാക്കിയുള്ള കുട്ടികളെല്ലാം 100 റാങ്കിന് പുറത്തു പോയി. അപ്പോൾ ഇവരുടെയൊക്കെ അവസ്ഥ എന്തായി? അപ്പോൾ ഇപ്പം ആ ഒരു കീമിൻ്റെ പുതിയ റാങ്ക് ലിസ്റ്റ് വന്നപ്പോൾ മൊത്തത്തിൽ CBSE ICSE നിലവാരത്തിലുള്ള സ്കൂളിൽ പഠിച്ച കുട്ടികളാണ് മുമ്പേ വന്നത്, ബാക്കിയുള്ള കുട്ടികൾ റാങ്ക് ലിസ്റ്റിൽ താഴോട്ട് പോയി. അപ്പം ഇത്രയും പഠിച്ച് മാർക്ക് വാങ്ങിച്ചത് അവരുടെ ആ +2ൻ്റെ മാർക്ക് ലിസ്റ്റ് അനുസരിച്ച് വ്യതിയാനം വന്നപ്പോഴത്തേനും മാറി. ഇതൊക്കെ ഇവർക്ക് നേരത്തെ ചെയ്യാവുന്ന കാര്യമാണ്. നേരത്തെ ചെയ്തിരുന്നെങ്കിൽ ഹൈക്കോടതി ചൂണ്ടിക്കാണിച്ചതും അതാണ്, നിങ്ങൾ ഇതുണ്ട്, നിങ്ങൾക്ക് അതിനുള്ള അധികാരമുണ്ട്, എന്തുകൊണ്ട് ഇത് നേരത്തെ ചെയ്തില്ല? 1 മണിക്കൂർ മുമ്പേ അല്ല ഇവരുടെ പ്രോസ്പെക്ടസ് തയ്യാറാക്കേണ്ടത്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മുടെ വിദ്യാഭ്യാസ നയങ്ങൾ അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തെ മൊത്തത്തിൽ മുച്ചൂട് ആരോഗ്യ മേഖല ഒരു ഭാഗത്ത് നശിച്ചു കിടക്കുന്നു, വിദ്യാഭ്യാസ മേഖല മുച്ചൂട് നശിച്ചു കിടക്കുകയാണ്. SFI പ്രവർത്തകരൊക്കെ എന്തുകൊണ്ടാണ് രാജ്ഭവനിൽ പോയി കൊടി പിടിച്ച് പ്രതിഷേധിക്കാത്ത? DYFI വിട്ട് എന്തുകൊണ്ടാണ്? അവിടെ ഗവർണർക്കെതിരെ അങ്ങോട്ട് എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ എഴുതി വെച്ചിട്ട് എല്ലാത്തിൻ്റെയും കാര്യം പോക്കാം. വിദ്യാഭ്യാസം DYFI എന്ന് പറയുന്നത് SFI അല്ല. ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ കേരള യൂണിവേഴ്സിറ്റി ആലപ്പുഴ വരെ അതിൻ്റെ കോളേജുകളുണ്ട്. അപ്പോൾ ആ ജില്ലകളിൽ നിന്നെല്ലാം ഓരോ ദിവസവും ആവശ്യങ്ങൾക്കായി ഈ കുട്ടികൾ ട്രെയിനിലും ബസ്സിലുമായി ഇവിടെ വരുമ്പോൾ ഇവിടെ തുറക്കാൻ കഴിയുന്നില്ല. ഇവിടെ പോലീസും അല്ലെ സമരക്കാരും തമ്മിൽ സംഘർഷമാണ്. ആ കുട്ടികളുടെ അന്നത്തെ ദിവസം തന്നെ പോവുകയാണ്. ആ രീതിയിൽ തന്നെ ഇവർ തമ്മിലുള്ള പ്രശ്നം സാധാരണക്കാരായ കുട്ടികളെ ബാധിക്കുകയാണല്ലോ. കാരണം ഒരു പരീക്ഷയുടെ ആവശ്യങ്ങൾക്കും മറ്റ് കോളേജിൽ എന്തെങ്കിലും തെറ്റുതിരുത്താനല്ല ഇവിടെ വരുമ്പോൾ ഇവിടെ സംഘർഷമാണ്, അകത്ത് കയറാൻ കഴിയുന്നില്ല. അതെ, സ്ത്രീത്തെ ഈ പറയുന്ന SFI എന്ന് പറയുന്ന ഈ കുട്ടികൾ പാവപ്പെട്ട വീട്ടിലെ കുട്ടികളാണ്. ഇവന്മാര് വിചാരിക്കേണ്ടുന്ന ഒരു കാര്യമുണ്ട്, ഈ മന്ത്രിപദത്തിൽ ഇരിക്കുന്ന എല്ലാ ആൾക്കാരുടെയും എല്ലാ നേതാക്കന്മാരുടെയും മക്കൾമാരൊക്കെ വിദേശത്ത് പോയി നന്നായിട്ട് പഠിച്ച് അവർ കൊടി പിടിക്കാനൊന്നും പോകുന്നില്ല. ഇവർ ഈ താഴേക്കിടയിലുള്ള ഈ കുട്ടികൾ കോളേജ് വിദ്യാർത്ഥികൾ കൊടി പിടിച്ചാലുണ്ടാവുന്ന അവസാനം ഒന്നി ഒരു ഓട്ടോ ഡ്രൈവർ അല്ലെങ്കിൽ പെയിന്റ് ചെയ്ത് താഴേക്കിടയിലേക്ക് തന്നെ ഇവർ പോകും, പഠിക്കത്തില്ല.
ഇവർ അവസാനം മാർക്ക് വരുമ്പോൾ തോറ്റു പോകും, അല്ലെങ്കിൽ സപ്ലി എഴുതി ഇങ്ങനെ നിൽക്കും. പിന്നെ നമ്മുടെ യൂണിവേഴ്സിറ്റിയുടെ ഇപ്പോഴത്തെ സർട്ടിഫിക്കറ്റിൻ്റെ നിലവാരം വിദേശത്ത് കൊണ്ടു കൊടുത്ത ഏത് അവസ്ഥയിലെത്തുമെന്ന് കൊണ്ടു കൊടുത്തവരോട് ചോദിച്ചാൽ പറഞ്ഞു തരും. കാരണം ആദ്യത്തെ റാങ്കിങ്ങിൽ കിടക്കുന്നിരുന്ന കേരള യൂണിവേഴ്സിറ്റിയുടെയൊക്കെ ഇപ്പം സർട്ടിഫിക്കറ്റിൻ്റെ വാല്യൂ കുറഞ്ഞു വരുവാണ്. എന്തുകൊണ്ടാണ്? ഇവിടുത്തെ നിലവാരം, വിദ്യാഭ്യാസ നിലവാരം കുറവായതുകൊണ്ടാണ്. അപ്പോൾ ഇത്തരത്തിൽ പൊടി പിടിക്കാൻ പോകുന്നവരുടെ മക്കളുമാരും അതേപോലെ ഈ പേരൻസും ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, ബാക്കിയുള്ള നേതാക്കന്മാരുടെ മക്കളൊക്കെ രക്ഷപ്പെട്ടു പോകും. ഈ പാവം പിടിച്ച് കൊടിയും തൂക്കി പിടിച്ച് പുറത്ത് അടിയും വാങ്ങിച്ചുകൊണ്ട് നടക്കുന്നവൻ്റെയൊക്കെ മക്കളുമാരുടെ അവസ്ഥ പരിതാപകരമായിരിക്കും. ഇവരുടെയൊക്കെ ജീവിതം എന്തായിരിക്കും? അപ്പോൾ അതൊന്ന് ചിന്തിക്കേണ്ടിയിരിക്കും. ഇപ്പം മന്ത്രി ശിവൻകുട്ടിയുടെ കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ അതിലേക്കാണല്ലോ വരേണ്ടത്. ഗവർണറുമായിട്ടുള്ള ഈ ഒരു തർക്കം, അദ്ദേഹം ഇത് എന്ത് പറയുന്ന ഭാരതാംബയല്ല അദ്ദേഹത്തിൻ്റെ വിഷയം, അദ്ദേഹത്തിൻ്റെ വിഷയം ഗവർണറാണ്. ഭാരതാംബ CPI ഇട്ട് കൊടുത്ത കൊളുത്തിന് CPM കയറി പിടിക്കേണ്ട കാര്യമൊന്നുമില്ല. CPI തന്നെ ഭാരതാംബയുടെ പുതിയ ചിത്രമൊക്കെ നിർമ്മിച്ച് പോസ്റ്റർ ഇട്ട് അതൊക്കെ പിന്നെ പിൻവലിച്ചു. അപ്പോൾ ഈ ഭാരതാംബയൊന്നും അല്ല ഇവരുടെ വിഷയം, ഗവർണറാണ് വിഷയം. ഗവർണറിലേക്കാണ് ചൂണ്ടുന്നത്. ഗവർണറുടെ ഈ ഒരു അയാൾ ഒന്നാം തരം RSS സംഘപരിവാർ നേതാവ് തന്നെയാണ്. അദ്ദേഹത്തിനെ വല്ല ഇവരെ ഈ SFI എന്നല്ല DYFI എന്നല്ല ഒന്നും അങ്ങോട്ട് കടക്കാൻ പറ്റില്ല. അദ്ദേഹത്തിന് ബുദ്ധിയുണ്ട്, അദ്ദേഹത്തിനെ നിയന്ത്രിക്കുന്ന കേന്ദ്രമാണ്. മാത്രമല്ല അദ്ദേഹത്തിന് ചുറ്റും നിയമോപദേശങ്ങൾ നൽകുന്ന നിരവധി ആൾക്കാരുണ്ട്. അപ്പം നിരവധി ഉദ്യോഗസ്ഥരുണ്ട്, പ്രവർത്തകരുണ്ട്. രാജ്ഭവനിൽ ഇവരുടെ കളികളൊന്നും നടക്കുന്നില്ല. അതാണ് മെയിൻ. ഈ കളികൾ നടക്കാത്തതിൻ്റെ കുശുമ്പോ പൊന്നായ്മ അസൂയ എന്നൊക്കെ പറയാൻ ശിവൻകുട്ടി ഇപ്പം കാണിക്കും. ഒന്നും നടക്കാത്തതിൻ്റെ ഒരു കുശുമ്പ്, അത്രയേ ഉള്ളൂ. എന്തായാലും ഇദ്ദേഹത്തിന്, ഗവർണർക്ക് ഇതൊന്നും യേശുവില്ല. കാരണം ഗവർണർ ഇത് കഴിഞ്ഞ് ഇറങ്ങി വന്നപ്പോഴും മാധ്യമങ്ങൾ ചോദിച്ചു, സർവകലാശാല വിഷയങ്ങളും ശിവൻകുട്ടി വരാത്തതുമൊക്കെ ബന്ധപ്പെട്ട് ചോദിച്ചു, നിങ്ങൾക്ക് എന്തെല്ലാം മറ്റെന്ത്, നിങ്ങൾ അകത്ത് പോയി വാർത്തയെടുക്കൂ, അകത്തേക്ക് പോകൂ എന്നാണ് അദ്ദേഹത്തിന് ഇതൊക്കെ ഒരു സാമട്ട. അപ്പോൾ പഴയ ഗവർണറല്ല ഈ ഗവർണറിന് ഒന്നുകൂടി വിലയിരുത്തുന്നത് നന്നായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു.